ഹായ് ഫ്രണ്ട്സ്, മെറിഡിയൻ ടിപ്പാൻഡിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിൽ ഏതറിൻ്റെ 450X Gen 3 ആണുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പൂവാർന്നോട് കയറ്റം കയറിയ മാതിരി തന്നെ ഈ പ്രാവശ്യം ഈ Gen 3 ആയിട്ട് കയറാൻ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓല S1 Pro Gen 2 ആയിട്ട് പോയി അത്യാവശ്യം മുകളിൽ എത്തിയപ്പോഴാണ് ഹീറ്റിംഗ് ഇഷ്യൂ വന്നത്. ഇപ്പം നമ്മൾ ഏതറിൻ്റെ വണ്ടിയായിട്ട് പോകുന്നു. എന്തായാലും പ്രീമിയം വണ്ടി ആയതുകൊണ്ട് കയറ്റം കയറും എന്നുള്ളത് നിർബന്ധമാണ്. ഇതുവരെ എവിടെയും കംപ്ലൈൻറ്റ് കേട്ടിട്ടില്ല. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് രണ്ട് പയ്യന്മാർ പറഞ്ഞു വണ്ടി കയറുന്നില്ല എന്ന്. അപ്പോൾ നമ്മളൊന്ന് പരീക്ഷിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രണ്ടുപേരെ വെച്ചിട്ട് പൂവാർന്നോട് കയറ്റം കയറാൻ പോവാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതറുമായിട്ട് പൂവാർന്നോട് കയറ്റം കയറാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ S1 Pro Gen 2 ആയിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് പൂവാർന്നോട് കയറ്റം കയറാൻ വേണ്ടി പോയത്. അതേ രണ്ടുപേർ തന്നെയാണ് ഇപ്പം ഏതറിൻ്റെ 450X Gen 3 പൂവാർന്നോട് കയറ്റം കയറാൻ പോകുന്നത്. കമ്പനി പറയുന്ന പ്രീമിയം വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഏതർ എന്തായാലും പൂവാർന്നോട് കയറ്റം സുഖസുന്ദരമായിട്ട് കയറും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തമ്മിലുള്ള വ്യത്യാസം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഓല S1ഉം ഏതർ അതിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് അതിൽ ഓല കയറാത്ത കയറ്റം പോലും ഏതർ കയറിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഡബിൾ ബെൽറ്റാണ്, അതായത് രണ്ട് ഗിയർ സിസ്റ്റം കമ്പനി ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഏതൊരു കുന്നും മലയും കയറാൻ, ഇനിയിപ്പോൾ തെങ്ങിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോലും വാർപ്പ് മോഡ് ഇതിൻ്റെ പവറുള്ള മോഡാണ്. അപ്പോൾ നമ്മൾ ഈ പൂവാർന്നോട് കയറ്റം എന്തായാലും വലിഞ്ഞ് കയറും, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഏതായാലും 4 മോഡ് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇക്കോ മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്, റൈഡ് മോഡുണ്ട്, വാർപ്പ് മോഡുണ്ട്. അപ്പോൾ ഈ മോഡുകളൊക്കെ മാറിക്കൊണ്ട് ഇക്കോ മോഡിൽ വലിയ കുറവാണ്, ഒരു 40-44 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് മാറി റൈഡ് മോഡിലാണ് വണ്ടി കയറുന്നത്. ഇനി റൈഡ് മോഡും വലിയ മുട്ടുകയാണെങ്കിൽ നമ്മൾ സ്പോർട്ട് മോഡിലേക്ക് മാറ്റും. എന്നിട്ട് കയറുന്നില്ലെങ്കിൽ വാർപ്പ് മോഡിലേക്ക് ഇടും. എന്തായാലും ഏകദേശം വാർപ്പ് മോഡിൽ കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഞാൻ റൈഡ് മോഡിലാണ് ഇപ്പം വണ്ടി കൊണ്ടുപോകുന്നത്. Gen 1 ഇങ്ങനെ അടിച്ച് പറന്ന് കയറി പോകുന്നുണ്ട്. അവർ പിന്നെ ആ ലിസാവൾ എത്താനാകുമ്പോഴത്തേക്ക് നിന്ന് പോകും. സാധാരണ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. പിന്നെ S1 Pro Gen 2 സുഖമായിട്ട് കയറിപ്പോയ കയറ്റമാണ്. നമുക്ക് ഏതായാലും ഏതറായിട്ട് കയറി നോക്കാം. ഇപ്പം തന്നെ ഫാനിൻ്റെ സൗണ്ടൊക്കെ കൂടി വരുന്നുണ്ട്, വലിയ മുട്ടാൻ സാധ്യത ഉള്ള പോലെ കാണുന്നുണ്ട്. ഒരു KSRTC വരുന്നുണ്ട്, നമുക്ക് സൈഡ് കൊടുക്കാം. അയ്യോ, സൈഡ് കൊടുത്ത പാടെ വണ്ടി നിന്ന് പോയല്ലോ. അയ്യേ, ഏതറിൻ്റെ 450X Gen 3 പൂവാർന്നോട് കയറ്റം കയറില്ലേ, വഴി കുടുങ്ങിയല്ലോ. Gen 1 ആണ് മുന്നേ പോയും ചെയ്തു. ഹലോ കോയ്, വണ്ടി കയറുന്നില്ല, ഒന്ന് തിരിച്ചു പോവാ. ഇപ്പോൾ കയറുന്നുണ്ട്. ഒരു മിനിറ്റ് നേരം നമ്മളവിടെ വന്നപ്പം വണ്ടി ഒന്ന് തണുത്തിട്ടുണ്ട്. ഇപ്പം ഉന്തിത്തള്ളി കയറി പോകുന്നുണ്ട്. അവരെ കാണുന്നില്ലല്ലോ, അവർ പറന്ന് കയറിപ്പോയും ചെയ്ത്. അതാ വീണ്ടും നിന്നല്ലോ. അയ്യോ, ഇതിപ്പോൾ ഓല S1ൻ്റെ പഴയ വേരിയൻ്റ് Gen 1 കയറി കയറ്റം പോലും ഏതർ 450X Gen 3 കയറുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു മാനക്കേടായല്ലോ. നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു വന്നത്. ഏത് കയറ്റവും 3 പേരെ വെച്ച് കയറാനുള്ള പവറുള്ള വണ്ടിയാണ്. പക്ഷേ ഇത്ര ലോങ്ങുള്ള കയറ്റം വലിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. വണ്ടി ഹൈ സ്പീഡിൽ ഫാന് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് വീണ്ടും ഓണായിട്ടുണ്ട്. ഒരു മിനിറ്റ് നേരം തണുപ്പിക്കാൻ വെച്ചാൽ വീണ്ടും ഓണായിട്ടുണ്ട്, പിന്നെയും കയറുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആ പയ്യന്മാർ നമ്മളോട് പറഞ്ഞത്, വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിന്ന് അങ്ങ് കയറിപ്പോകും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്രയ്ക്ക് നമ്മളും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നമുക്കൊരു എന്താ പറയുക, ഏതറാണ്, പ്രീമിയം വണ്ടിയാണ്, വലിച്ചു പോവും, കയറിക്കോളും. പക്ഷേ ഈ ലോങ് കയറ്റായതുകൊണ്ടാണെന്ന് തോന്നുന്നു കയറാത്ത നമ്മളെ S1കാർ തിരിച്ച് വരുന്നുണ്ട്. അവർ കയറി മുകളിൽ കയറിയിട്ട് നമ്മളെ കാണാനായിട്ട് തിരിച്ച് വരുവാണ്. നമ്മൾ കുറേ കൂക്കി ഓണടിച്ചൊക്കെ നോക്കി. എന്തായാലും ഏതർ നമ്മളെ പറയിപ്പിച്ച് കളഞ്ഞു. ബജാജിൻ്റെ ചേതക്ക് S1 Pro Gen 2 ഒക്കെ അടിച്ച് വിട്ട് കയറിപ്പോയ കയറ്റം ഏതറിൻ്റെ 450X Gen 3. ഇനിയിപ്പോൾ Gen 2 ചിലപ്പം കയറുമായിരിക്കും. Gen 3 മൈലേജ് ലേശം കൂട്ടിയ വണ്ടിയാണ്, അതുകൊണ്ടാണോ അറിയില്ല. എന്തായാലും മാനക്കേടായി. ഞാൻ ഏതായാലും കയറിയെന്ന് തന്നെ പറയാം, അല്ലേ കയറിയില്ല എന്ന് പറയുന്നത് എങ്ങനെ, മോശമല്ലേ. അയ്യോ കഷ്ടം, 2 പേരെ വെച്ചിട്ട് ഈ കയറ്റം കയറുന്നില്ലെങ്കിൽ ഈ വണ്ടി പിന്നെ എന്തിനാ. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വയനാട് ചുരം 2 പേരെ വെച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായില്ലായിരുന്നു. അന്ന് നമ്മൾ ഹീറ്റിംഗ് ഇഷ്യൂ വന്നത് S1 പ്രോയ്ക്കായിരുന്നു. അന്ന് നമ്മൾ നല്ല വണ്ടിയാണ്, വയനാട് ചുരത്തിൽ പറക്കുന്ന വണ്ടിയാണ് ഏതാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അന്ന് ഈ കയറ്റം കയറ്റി നോക്കാൻ നമുക്കത്ര തോന്നിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ റിവോട്ടിൻ്റെ ഒരു ബൈക്ക് സിംഗിൾ ആളെ വെച്ച് കയറാതെ വന്നതുകൊണ്ടാണ് ഈ വാഹനങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഇലക്ട്രിക്കിൻ്റെ എല്ലാ സ്കൂട്ടറുകളും ഈ കയറ്റം കയറ്റി നോക്കുന്നത്. അതിലിപ്പോൾ ODC ബൈക്ക് കുറേ മുകളിൽ കയറിപ്പോയി, ബജാജിൻ്റെ ചേതക്ക് കയറിപ്പോയി. S1 Pro Gen 2 അത്യാവശ്യം മുകളിൽ വരെ എത്തിയിട്ടാണ് ഹീറ്റിംഗ് ഇഷ്യൂ വന്നത്.
റിവോൾട്ടിൻ്റെ ബൈക്ക് പിന്നെ സിംഗിൾ വെച്ച് കയറുന്നില്ലായിരുന്നു. അവർ കമ്പനിയിൽ നിന്നൊക്കെ ആൾ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏതറിൻ്റെ വണ്ടി എന്തായാലും കയറുന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു പോയി. ഒരു 10-15 മിനിറ്റ് വീഡിയോ എങ്കിലും ചെയ്യണം, നമ്മുടെ ജാതി ഗ്രാമം ഒന്ന് കാണിച്ചു കൊടുക്കണം, ജാതിത്തോട്ടങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു. അതിപ്പോൾ ഏതർ നമുക്ക് പണി തന്നു, നമ്മൾ തിരിച്ചു പോരുകയാണ്. ഇനിയിപ്പോൾ താഴെ എത്തിയിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരം ഒന്ന് നിർത്തിയിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് നോക്കാം. ഏതായാലും വീട്ടിൽ നിന്ന് നേരെ വന്ന് കയറിയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിന്ന് പോയത്. ഇനി നമുക്കൊരു അരമണിക്കൂർ നേരം ഒന്ന് തണുക്കട്ടെ വണ്ടി, അതിന് ശേഷം ഒന്നുകൂടെ കയറ്റി നോക്കാം. അപ്പോൾ അറിയാം എന്താ സ്ഥിതി എന്നുള്ളത്, ഇനി കയറുമോ ഇല്ല എന്നുള്ളത്. ഞാൻ മുകളിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഇതേ കയറ്റം ഇതേ സ്ഥലത്ത് S1 Pro Gen 2 Gen 1 കയറി പോകുന്നതാണ്. നിങ്ങൾക്ക് കാണാം, ആ കയറ്റം പോലും ഏതർ ഇപ്പം കയറുന്നില്ല. എന്താ ചെയ്യുക, വളരെ മോശമായിപ്പോയി. ഇപ്പം ഞാൻ തണുപ്പിച്ചിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് കയറി നോക്കാം. ഇതിൽ കയറിയാൽ വണ്ടി ഒരു ചായ കുടിച്ചിട്ടൊക്കെ കയറും എന്ന് വിചാരിക്കാം. പണ്ട് നമ്മൾ ഓല എടുത്തിട്ട് വയനാട് ചുരം കയറിയ സമയത്ത് പതിയിൽ വഴിയിൽ ചായ കുടിച്ചിട്ട് തണുപ്പിച്ചിട്ട് കയറുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതേപോലെ ഏതർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഉർമി സബ്സ്റ്റേഷൻ്റെ അടുത്ത് പവർ സ്റ്റേഷൻ്റെ അടുത്ത് ഒന്ന് ചായ കുടിച്ചിട്ട് കയറാൻ നോക്കാം. ഏതായാലും ഞാൻ നേരത്തെ വാർപ്പ് മോഡിലാണ് പരിശീലനം നടത്തിയെങ്കിൽ ഈ റൈഡ് മോഡിൽ ഒന്നുകൂടെ നോക്കുകയാണ്. റൈഡ് മോഡാകുമ്പോൾ പവർ ബാറ്ററി പവർ അധികം എടുക്കാതെ കയറുമായിരിക്കും. ഈ റൈഡ് മോഡിലും കയറ്റം സുഖമായിട്ട് കയറും. വാർപ്പ് മോഡിലാണ് കുറച്ചുകൂടെ കൂടുതൽ പവർ എടുക്കുന്നത്. അപ്പോൾ പവർ ഇല്ലാതെ ഒന്ന് കയറി നോക്കുകയാണ്. ഇത് ഈ റൈഡ് മോഡിലെങ്കിലും കയറി കിട്ടിയാൽ നമുക്ക് കയറി എന്ന് പറയാം. ഏതായാലും ഇപ്പം തന്നെ വലിയ മുട്ടിയ സ്ഥിതിയാണ്. 22 കിലോമീറ്റർ സ്പീഡൊക്കെ കാണിക്കുന്നുള്ളൂ. ഇനി അത് 25 ആയിട്ടുണ്ട്. കൈയൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. 27, 29, 31 വരെ എത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു കയറ്റം കയറി. ഇനി അടുത്ത കയറ്റത്തിലെത്തുമ്പോൾ എന്താ സ്ഥിതി എന്ന് ദൈവത്തിനറിയാം. ഏതായാലും ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ലാതെ കയറി പോകുന്നുണ്ട്. അടുത്ത കയറ്റത്തിലാണ് നേരത്തെ നമ്മൾ ആ KSRTC വന്നപ്പോൾ വണ്ടി ഓഫായി പോയത്. അപ്പോൾ ആ കയറ്റം കയറുകയാണെങ്കിൽ അടുത്ത കയറ്റങ്ങളും സുഖമായിട്ട് കയറും. ഏതായാലും റൈഡ് മോഡലാണ്. 32 കിലോമീറ്റർ സ്പീഡ് ഇപ്പോൾ ഉണ്ട്. ഫാനൊക്കെ ഓവർ ഹീറ്റ് ആയിട്ടുള്ള ഫാനിൻ്റെ വർക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. സ്പീഡ് കുറഞ്ഞ് വരികയാണല്ലോ. അയ്യോ നിൽക്കാനായേ, എനിക്ക് വയ്യ, കയറാൻ വയ്യ എന്നപ്പോൾ വണ്ടി പറയുന്നത്. സ്പീഡ് കുറഞ്ഞു. 20, 19, 18 ആയി. 16, 15, 14, 13, 12, 1 നിന്നു. ഇതപ്പോൾ നിങ്ങൾക്ക് കേൾക്കണ്ട, ഞാൻ വാർപ്പ് മോഡിൽ ഇപ്പോൾ മാറ്റിയതാണ്. വണ്ടി നിന്നു. ഇപ്പോൾ കണ്ടില്ലേ, കൂളിംഗ് ഫാൻ ഹൈ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്, നല്ല സൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് വണ്ടി ഹീറ്റായി തന്നെയാണ് പറയുന്നത്. അത് കയറാൻ കഴിയില്ല. എന്തായാലും 2 പേരെ വെച്ചിട്ട് പൂവാർത്തോട് കയറ്റാൻ ഏതർ കയറില്ല, തിരിച്ചു പോരുക. അപ്പോൾ ഇനി നമുക്ക് ഇനി പരീക്ഷണത്തിനില്ല. ഏതർ 450X Gen 3 പൂവാർത്തോട് 2 പേരെ വെച്ചിട്ട് കയറില്ല, സിംഗിളായിട്ട് കയറും. അത് കുഴപ്പമില്ല. അത് ഏത് വണ്ടിയും ഓലയുടെ S1 ആണെങ്കിലും സിംഗിളായിട്ട് കയറുന്നുണ്ട്. Gen 1 കയറുന്നുണ്ട്. Gen 2 2 പേരെ വെച്ചിട്ട് മുകളിൽ വരെ എത്തി. അപ്പോൾ ഇനി അടുത്തൊരു വണ്ടി ഇപ്പോൾ നമുക്ക് കയ്യിലുണ്ട്, ഹീറോയുടെ വിത. അപ്പോൾ ഹീറോയുടെ വിതയാണ് ഞാൻ അടുത്തത്. ഇതേ 2 പേരെ വെച്ചിട്ട് പൂവാർത്തോട് കയറ്റം കയറി നോക്കുകയാണ്. എവിടം വരെ എത്തുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനിയപ്പം എനിക്കൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. പ്രേക്ഷകർക്ക് കണ്ടാൽ സംഗതി മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും കമൻറ്റിലൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.